ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ നന്ന രാവിലെ 7 മണിക്കാണ് കേട്ടോ. 7 മണിൻ്റെ മുന്നേ, 7 മണി ആയിട്ടില്ല വീഡിയോ ചെയ്യണത്. അപ്പോൾ ഇന്ന് നമ്മളെ കുട്ടിമോൻ്റെ ബർത്ത്ഡേ ആണ്. എന്താ വെച്ചാൽ ആളറിഞ്ഞിട്ടില്ല, ആള് എന്താണ് നീച്ചിട്ടില്ല, വിളിച്ചിട്ടില്ല. ഞാൻ ഒരു 7:15 ആകുമ്പോൾ 8 മണി നേരത്തെ പോകുള്ളൂ. അപ്പോൾ 7:15 ആകുമ്പോൾ വിളിക്കാൻ വിചാരിച്ചിട്ടുണ്ട്. 7 മണി ആയിട്ടുള്ളൂ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു ഞാൻ ആദ്യമായിട്ടാട്ടോ ആ ഗിഫ്റ്റൊക്കെ കൊടുക്കണം. ഞങ്ങൾ കുട്ടികൾക്ക് ഗിഫ്റ്റൊന്നും കൊടുക്കലില്ല. അപ്പം ഞാൻ കുറേ ദിവസമായിരിക്കണം ഓനൊരു എന്താണ് ഉപ്പാൻ്റെ കേടെന്നാ വാച്ച് കെട്ടിക്കോണ് നടക്കുന്നത്. ആ കുഴപ്പമില്ല, ഉപ്പാക്ക് ഭയങ്കര മോശമാണ്. അപ്പോൾ എന്താണ് ഗിഫ്റ്റൊന്നും നമ്മൾ കൊടുക്കാത്തതുകൊണ്ട് ഒരിക്കലും ഗിഫ്റ്റ് അങ്ങനത്തെ ഒന്നും പ്രതീക്ഷിക്കില്ല. ഞങ്ങൾ ബർത്ത്ഡേ ആഘോഷിക്കലില്ല. എന്താ വെച്ചാൽ ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ വയസ്സും കൊഴിഞ്ഞു പോവാണ്. അത് കാരണം ബർത്ത്ഡേ ഒന്നും ആഘോഷിക്കില്ല. അപ്പോൾ ആൾ നീച്ചിട്ട് നീപ്പിക്കണം, കടിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, ഒരിക്കലും പ്രതീക്ഷിക്കാതെയാണ് ആള്. ഇത് പൊതുവെ അങ്ങനത്തെ ഒന്നും റിയാക്ട് ചെയ്യുന്ന ആളല്ല. ശരിക്കും നല്ലൊരു സർപ്രൈസ് ഗിഫ്റ്റ് ആയിരിക്കും. നിങ്ങൾ എന്താന്ന് കണ്ടുകൊണ്ടിട്ടാ ഒരു കുഞ്ഞു ഗിഫ്റ്റ്. അതെ, വലിയ വില പിടിപ്പൊന്നും ഇല്ലെങ്കിലും നമുക്ക് വിലയില്ലല്ലോ. ഇപ്പൊ നമ്മള് കഴിഞ്ഞ അവന്റെ ബർത്ത്ഡേക്ക് തന്നെ ഇവിടെ നമ്മളെ രണ്ടത്താണി പോയി നമ്മുടെ എന്താണ് ആ മിഠായില്ലേ, മിഠായി കൊടുത്ത് അതായിരിക്കും പൊന്നൂനോ ഇവനിക്ക് തന്നെ നമ്മുടെ ഓരോ പ്രായത്തും ബുദ്ധിമുട്ട് കാരണം നമുക്ക് വേണ്ടമായി എത്താണ്ട് പറ്റാറില്ല. അത്രേ ഉള്ളൂ. നിങ്ങളേതാ കണ്ടോകൊണ്ട് എങ്ങനെയുണ്ട് നോക്കോണ്ട് ഒരു മക്കളെ വളർത്തി ഓൾക്ക് വിദ്യാഭ്യാസം കൊടുത്ത് വളർത്തിണ്ടാക്കണ തന്നെ ഒരു ഗിഫ്റ്റ് അല്ലേ. ഉമ്മാന്റെ സർപ്രൈസ്, ഉമ്മാനാണ് ഗിഫ്റ്റ് ഇട്ടാ. കാരണം ഉമ്മ റിസ്ക് എടുത്താണ് ഉമ്മനെ വാങ്ങിയിട്ട് ഉമ്മ കൊടുക്കാണ്. അപ്പൊ ഉമ്മാന്റെ ഉമ്മയുടെ ആ റിയാക്ഷൻ കാണേണ്ട തന്നെയാണ് കണ്ടോ. എന്റെ മനസ്സിൽ കുറെ അയക്കണം ഓനക്ക് നല്ല എല്ലാവർക്കും കൊടുക്കണം എന്നുണ്ട്. പക്ഷെ നമുക്ക് ചില നേരം ആ ബർത്ത്ഡേ ടൈമിൽ നമ്മളെ കയ്യിലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഏതായാലും ഞാനിപ്പോൾ ഇന്നലെ ഞങ്ങളിങ്ങനെ കോട്ടൊക്കെ പോയപ്പോൾ വാങ്ങി ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആൾ പൊതുവെ ഒരു തണുപ്പനാണ്, റിയാക്ട് ചെയ്യുമെന്നൊന്നും എനിക്ക് ഒരു പിടുത്തമില്ല. അപ്പോൾ അതുകൊണ്ട് ഏതായാലും പോയി നീപ്പിക്കട്ടെ, എന്നിട്ട് ഓൻ്റെ റിയാക്ഷനൊക്കെ ഒന്ന് എടുക്കുക. ചിലപ്പോൾ ഉണ്ടാവും, ചിലപ്പം പൊളിയും, പറയാൻ പറ്റൂല. അപ്പം ഏതായാലും ആൾക്ക് ഭയങ്കര സംഭവം മാറും. ഓനക്ക് ഇഷ്ടപ്പെട്ട കാരണം ആള് ഉപയോഗിക്കുന്ന ഓരോ കാര്യങ്ങൾ എന്ന് വെച്ചാല്, ഇപ്പൊ ഉദാഹരണം ആളൊരു വാച്ച് ഉപയോഗിക്കുന്നുണ്ട്, അതന്നെ അല്ലേ. അതന്നെ ഇപ്പൊ എന്റെ പഴയതൊക്കെ അത്ര ഇഷ്ടമാണ്. അങ്ങനെയുള്ള അങ്ങനത്തെ ഓനെ നല്ല സൂക്ഷിച്ച് കൊണ്ടെടുക്കുള്ളൂ. ഓൻ്റെ എല്ലാ മുതലും ഓവറായിട്ട് വാങ്ങി കൂട്ടുന്ന സംഭവം. ഓനക്ക് അങ്ങനത്തെ ഒന്ന് വാങ്ങണമെന്നോ അങ്ങനത്തെ ഒന്ന് ചിന്തയുള്ള ഡ്രസ്സ് ആയിക്കോട്ടെ, ഷൂ ആയിക്കോട്ടെ, വാച്ച് ആയിക്കോട്ടെ, എല്ലാം നല്ല ഇതിൽ കൊണ്ടെടുക്കുന്നതാണ്, നല്ല സൂക്ഷിച്ച്. അപ്പൊ ഒന്നിനും അവർ ആഗ്രഹിക്കുന്ന ആളല്ല അല്ലേ, നല്ല അതന്നെ. ഓനക്കെല്ലാം മനസ്സിലാവും ഇപ്പാന്റെ അടുത്ത് ഇല്ല, ഇപ്പാക്ക് ബുദ്ധിമുട്ടാണ്, ഇവർക്ക് ഇത് കഴിയൂല, എന്നാലും ഒക്കെ മനസ്സിലാക്കുന്ന ആളാണ്. അതുകൊണ്ട് പിന്നെ നമുക്ക് ഓനിത് ഒരിക്കലും പ്രതീക്ഷിക്കൂല, അത് നമ്മൾ വാങ്ങുന്നോ ഒന്നും പ്രതീക്ഷിക്കൂല. ഗിഫ്റ്റ് വെച്ചാൽ അങ്ങനത്തെ ഒരു സംഭവം ഇല്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണട്ടെ, പോയി നോക്കട്ടെ. അപ്പൊ എന്താണ് സർപ്രൈസ് ഗിഫ്റ്റ് നിങ്ങളൊന്ന് വീഡിയോയിലൂടെ കണ്ടോക്കി. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ 7:45 നേരം ഇന്നലെ കൊടുന്ന ചെയ്യുന്ന ഗിഫ്റ്റ് എന്താണെന്ന് വെച്ചാൽ വണ്ടിൻ്റെ ഉള്ളിലാണ്. അത് എടുത്തോണ്ടിരാ ശരിക്കും അത് എടുത്ത് വെക്കാൻ വേണ്ടി മറന്ന ആളവിടെ കുളിക്കുകയാണ്. ഈ ഗ്യാപ്പിൽ പെട്ടെന്ന് കുളിച്ചാൽ കയറി പെട്ടെന്നൊന്നും ഇറങ്ങൂല. സ്കൂട്ടിലുള്ള നേരം വൈകി ചെയ്തിരിക്കണേ. ഞാൻ എടുത്തുകൊണ്ട് വരട്ടാ. ആള് പുറത്തിറങ്ങുമ്പോത്തിന് ആള് പെട്ടെന്ന് ഇറങ്ങിപ്പോയാൽ കഴിഞ്ഞിട്ടാ. ഇറങ്ങിപ്പോയാൽ ഒരു രക്ഷയില്ല. സാധനം ഇവിടെ വണ്ടിയുടെ ഉള്ളിൽ വെച്ചാണ്. എന്താ ആള് അവിടെ റൂമിനുള്ളിൽ മാറ്റാണ്. മാളോ എവിടെ അമ്മ എൻ്റെ വാച്ചോടെന്ന് വെച്ചാൽ എനിക്കറിയില്ല, ആ ചോടെ വെച്ച് അവിടെ പോയി തിരഞ്ഞു പറഞ്ഞാണ്ട് ഞാൻ അവിടെ നിന്ന് ചീത്തറിഞ്ഞ കട്ടിയതാണ്. അപ്പോഴൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. ബാവ പിന്നെ അറിയാതെ എടുത്തതാണ്. ഞാൻ അറിഞ്ഞിട്ടില്ല ബാവ വീഡിയോ എടുത്ത്. ഞാൻ മരിയൊക്കെ മുണ്ടൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവന് തരിയാണ്. പിന്നെ മോനോനെ ഉറക്കത്തുനിന്ന് വിളിച്ച് നീപ്പിച്ചിരുത്തിക്കാണ്ട് ഓടടാ വാച്ച് തന്നെയാണ് ബാപ്പ ചീത്തറിയാണ്. വൈകുന്നേരം ഇവിടെ ചിക്കനല്ലോ എല്ലായിടത്ത് പോയി വന്ന് നടന്ന് തരികയാണ്. പാവണം. എന്താണെന്ന് വെച്ചാൽ എന്നും ഓനെ ഒരുങ്ങാൻ നേരം വൈകിക്കണ്. രാവിലെ
മടിച്ചിരുന്ന് നേരം വൈകിയപ്പോൾ എന്താണ് 7:45 അപ്പോൾ ആൾക്ക് ഉണ്ടായിരുന്നു. പിന്നെ കൂടുതൽ നേരം ഓനിട്ട് കണ്ട് തേരിപ്പിക്കാൻ മനസ്സിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഇവിടുത്തെ മുഴുവൻ സാധു നടന്ന് തേരിട്ടാ മറ്റാളെ ഉറക്കം നീപ്പിച്ചിട്ട് നടക്കണ. എന്താ വെച്ചാൽ പിന്നെ കൂടുതൽ ഓണം തെരയിപ്പിക്കാൻ പറ്റുള്ളൂ. എനിക്ക് നേരം മുകളിൽ അപ്പോൾ ഇപ്പം ഞാൻ കൊടുന്നെടുത്ത് വെച്ചാൽ ഓൻ പറയണത് എന്താ വെച്ചാൽ പുറത്ത് ഓനെ അവൻ്റെ കൂട്ടുകാരന് കാത്തിക്കുന്നുണ്ട് ജിഷ്ണു. അപ്പോൾ ഓൻ അറിയണ്ടട്ടാന്നാണ് പറയണത്. അപ്പോൾ ഞാൻ പറയുമ്പോൾ ഓൻ അറിയും. അപ്പോൾ ഭയങ്കര മടിയുണ്ട് ഓനക്ക്. എന്താ വെച്ചാൽ പറഞ്ഞാലും ഓനെ ട്രോളൂലേ. കുട്ടിമോനെ ഉമ്മാൻ്റെ വക നല്ല അടിപൊളി വാച്ച് കിട്ടിയിട്ടുണ്ട്. സർപ്രൈസ് ആയിട്ടാണ് കിട്ടിയിട്ടാ. കുട്ടിമോൻ എങ്ങനെയുണ്ട് നോക്കട്ടെ. ഇഷ്ടപ്പെട്ടിരുന്നോ വാച്ച്? ഓൻ വന്നിട്ടില്ലല്ലോ. കൂട്ടുകാരന്മാരോട് പറയാൻ പാടില്ല. കൂട്ടുകാരന്മാരോട് പറയാൻ പാടില്ല. പറഞ്ഞാ എന്താ അറിയോ, എന്താണ് പാർട്ടി ആണെന്നറിയും. അതുകൊണ്ടാണല്ലേ. പിന്നെ വല്ല ട്രോളും അവന്റെ എന്താണ് പഴയ വീഡിയോകളൊക്കെ എടുത്തുകാണ്ട് ട്രോളും. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും സ്റ്റാറ്റസ് വെക്കരുതിട്ട് എന്റെ കൂട്ടുകാരന്മാരെ ഒഴിവാക്കി സ്റ്റാറ്റസ് വെക്കണം എന്നാണ്. അപ്പൊ ബർത്ത്ഡേ ഉള്ളതൊന്നും എന്റെ കൂട്ടുകാരന്മാർ അറിയിക്കരുത്. എന്താ വെച്ചാൽ ഓള് എന്റെ പഴയ ഫോട്ടോ എടുത്തുകൊണ്ട് എന്നെ ട്രോളിക്കാണ്ട് ആകെ എന്നെ കൊല്ലും. അതുകൊണ്ട് പറഞ്ഞാണെന്നോട് ബർത്ത്ഡേ ഉണ്ടാവുമ്പോ എന്റെ ഫോട്ടോ ഒന്നും സ്റ്റാറ്റസിലൊന്നും വെക്കരുതിട്ടാ. എന്റെ ബർത്ത്ഡേ ഉള്ള പോലെ അറിയിക്കരുതിട്ട് നിങ്ങളേറെ. എന്നുവെച്ചാൽ എന്തെങ്കിലും ചെലവും കൊടുക്കണം. പിന്നെ ട്രോളി പിന്നെ നമുക്ക് കാണാൻ പറ്റില്ല. അവനക്ക് ഭയങ്കര മോശമാണ് അങ്ങനത്തെ. നേരം മിക്കോന്ന് കൊടുത്താൽ അതിന് ചെപ്പം തന്നെ ഒന്നും കൊടുക്കാൻ വിചാരിച്ചിട്ടില്ല. കുറച്ചേരിട്ട് കറക്കാൻ വിചാരിച്ചെന്ന് വെച്ചാൽ പാവല്ലേ. നേരം മിക്ക എന്താ വെച്ചാൽ പുതുപ്പറമ്പുക്കുള്ള ബസ് കിട്ടൂല. പിന്നെ ഓട്ടോറിക്ഷ വിളിച്ച് പോകേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ പറയാം, നിങ്ങൾ ഈ നേരം ഇല്ലാത്ത നേരത്തെ തന്നീനാ വൈകുന്നേരം വന്നിട്ട് തന്നാ മതി. വൈകുന്നേരം വാച്ച് കിട്ടൂല്ലോ. പിന്നെ അത് തരാൻ പറ്റൂല്ലോ. പിന്നെ നമ്മള് ഒരു സംഭവം മറന്ന് അത് പാകാക്കാൻ മറന്ന്. അതെങ്ങനെ പാകാക്കാൻ പോകാൻ വേണ്ടേ? അല്ല പറ്റൂല. നേരം നമുക്ക് വിചാരിക്കണം. അല്ലെങ്കിൽ ഒരു പണി ഇനി ഒന്നും കൂടി ഇട്ട് തരിപ്പിച്ച് എന്താ വെച്ചാൽ ആ വേറെ കുട്ടീന്റെ വാച്ചാണ്. അപ്പോൾ ഭയങ്കര ടെൻഷനാവും കാണാൻ ചെയ്താവുമ്പോഴേ. ശരി പറ്റിയ ടൈമായില്ല. അപ്പൊ നമ്മളെ ബർത്ത്ഡേ പോയി ഇതാ സ്കൂൾ ടു വന്നൊരു ജ്യൂസ് ഫ്ലാഷ് ചെയ്യരുത് എന്നാണ്. കാരണം കൂട്ടുകാരന്മാർക്ക് ചെലവ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് കൂട്ടുകാരന്മാർ ആരൊക്കെ കാണാനാവില്ലേ. ഇപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാരും കാണും. ഇന്നെ സ്റ്റാറ്റസ് ഇടാൻ പോലും അയച്ചിട്ടില്ലേ. എന്താ കൂട്ടുകാരന്മാരെ പൊക്കും സ്റ്റാറ്റസ് കണ്ടാല്. അതുകൊണ്ടാണല്ലേ. എന്താ ചോദിച്ചു അറിഞ്ഞു. രണ്ടു മാസം മുന്നേ കഴിഞ്ഞു അറിഞ്ഞു. എന്താ ചോദിച്ചു? ഇത്ര നാളോ ചോദിച്ചു. ഫേസ്ബുക്ക് കൊടുത്തീനാ? ചിലപ്പോൾ ഫേസ്ബുക്കിൽ വന്നിട്ടുണ്ടാവും. ഫേസ്ബുക്കിൽ വരും. ഏതായാലും ചെറിയ പടലൊക്കെ കൊട്ടുകളെ കുട്ടിമാന്. ചെറിയ അന്തം പറ്റിയില്ല. എന്നാണോ ചോദിച്ചപ്പോ 16 വയസ്സായി. 16 കഴിഞ്ഞ് 17 കടന്ന് 2009 10 11 12 13 14 15 16 17 18 19 20 21 16 2009 ജനിച്ചിരിക്കണത്. അതെ 2019 10 വയസ്സായി. 25 16 കഴിഞ്ഞു. ഇപ്പം എന്റെ വയസ്സ് കൂട്ടുകയാണ്. എല്ലാരും വയസ്സ് കുറക്കല. ആയുസിന്റെ ഒരു വർഷം കുറഞ്ഞില്ലേ. ഒരു വയസ്സും കുറഞ്ഞു. കട്ടൊന്നും പോയിട്ടില്ല. ദുൽമാള് കുട്ടിചെറുക്കന് കാറ്റുകാല് വെച്ച 3 അപ്പൊ ശരിക്കും പറഞ്ഞാല് ഞങ്ങള് നേരത്തെ തന്നെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. മക്കള് ജനിച്ചിന്റെ ആദ്യമായിട്ട് കൊടുക്കണ ഗിഫ്റ്റാണ്. രാവിലെ കൊടുത്തില്ലേ? ആദ്യമായിട്ടല്ലേ ഗിഫ്റ്റ് തരുന്നത്. ഇങ്ങനത്തെ ഗിഫ്റ്റ് തരുന്നത് ആദ്യമായിട്ടല്ലേ തരലുണ്ടാ? എന്നേ ഗിഫ്റ്റ് തന്നിക്കണാ? ഇഷ്ടം പോലെ തന്നിക്കണേ. ഇമ്മിപ്പം ഗിഫ്റ്റ് വാങ്ങി കൊടുത്തു. കേക്ക് കുറിച്ചോ എപ്പോഴെങ്കിലും ഇങ്ങനത്തെ ഗിഫ്റ്റ്
സർപ്രൈസ് ആയി കെട്ടിയോക്ക ഞാൻ പാകാക്കിക്കണേ കിട്ടിയോക്ക പാകാക്കിക്കണേ. അപ്പൊ അങ്ങനെയൊക്കെയാണ്. വേറെ വിശേഷങ്ങളൊന്നും ഇല്ലട്ടോ, ഇതന്നെ ഉള്ളൂ. വേറെ എന്തെങ്കിലും ചെറുതായിട്ടുണ്ടാവും. അതിപ്പോ നമ്മൾ വീഡിയോ എടുക്കണില്ല, എന്തെങ്കിലും ചെറുതായിട്ടുണ്ടാവും. എന്തെങ്കിലും ഒരു പമ്പരും ചായയൊക്കെ എന്തെങ്കിലുമൊക്കെ. പൊന്നിന് ഞാൻ അവനക്ക് ജ്യൂസ് ഉണ്ടാക്കി കൊടുത്തേക്കണേ, സപ്പോട്ട ജ്യൂസ്. പൊന്നിന് പോപ്പിൻസ്, മോൾട്ടേക്ക് പോപ്പിൻസ്, മോൾട്ടേക്ക് പേനുണ്ടായി. ആ മുഖത്ത് കാണിയല്ലോ. എനിക്ക് ഇഷ്ടമാണെങ്കിൽ ആ കടയിൽ പോയാൽ മാറ്റി കിട്ടും. ഇത് മതിയാ മാറ്റിയെടുക്കാൻ വേണമെന്നുണ്ടെങ്കിൽ നല്ല രസമാണ് ഓന്റെ കൈമ കിട്ടാ. ഇതാണ് കേട്ടോ നമ്മളെ ഗിഫ്റ്റ്. ഇപ്പൊ ഇങ്ങനത്തെ ട്രെൻഡ് ഓൻ പറയണാണ് എപ്പോഴും. അപ്പൊ ഞാൻ അതന്നെ പോയി വാങ്ങിയതാണ്. എല്ലാരും ഇടുന്നുണ്ട്. എല്ലാരും ഇടുന്നുണ്ട്. പിന്നെ എനിക്ക് ഇഷ്ടമുള്ളതായിട്ടല്ലേ അജ്ജ് വാങ്ങിട്ടത്. പിന്നെ ഇത് കൂട്ടുകാരന്റെ വാച്ചാണ്. ആണല്ലോ അങ്ങനത്തെ കൂട്ടുകാരന്മാരൊക്കെ എന്റെ എന്താണ് ജൂലൈ, ഇത് ഓഗസ്റ്റ്, ഇത് നവംബർ, ഇത് മെയ്, ഞാൻ ജൂണ്. അപ്പോ പിന്നെ എന്റെ ബർത്ത്ഡേ ജൂണിലാണ്. ജൂണിൽ പറഞ്ഞാൽ എന്റെ പേര് തന്നെ മാറ്റിയിട്ട ആൾക്കാരാണ്. എന്റെ പേര് ജംസീന എന്ന് പറഞ്ഞു കൊടുത്തിട്ട് മൈമുനാന്ന് വെക്കാണ്ട് സർട്ടിഫിക്കറ്റിൽ കൊടുത്ത ആൾക്കാരാണ്. അപ്പൊ ഡേറ്റ് എന്താ കൊടുത്തിരിക്കുന്നത് എനിക്ക് തന്നെ അറിയില്ല. അതുകൊണ്ട് അറബി മാസത്തിൽ ഞാൻ അപ്പൊ അറബി മാസം കൂട്ടുള്ളൂ. എന്താ വെച്ചാൽ എന്റെ അമ്മ എപ്പോഴും പറയും അന്നെ നോമ്പിന്റെ തലേന്നാണ് പ്രസവിച്ചിരിക്കണെന്ന്. അപ്പൊ ഈ നോമ്പിന്റെ തലേന്നാണ് എന്റെ ബർത്ത്ഡേ. ഗിഫ്റ്റ് ഒന്നും വേണമെന്ന് ഇരുന്ന് അറിയിച്ചതാണ്. എന്നാണ് ബർത്ത്ഡേ അറിഞ്ഞില്ലല്ലോ. മെയ് 22-ാം തീയതി. അല്ലല്ല, അങ്ങനല്ല. നിങ്ങളെ പാസ്പോർട്ടിലുണ്ട് മെയ് 22 നല്ല അക്ഷരത്തിൽ എഴുതി. അത് ഞാൻ വന്നേ കണ്ടിരുന്നു. അപ്പോ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. നാളത്തെ വീഡിയോ എന്താ അറിയോ, ഇവരെ രണ്ടാളെയും ഡാൻസ് ആണ്. നല്ല അടിപൊളി ഒപ്പന ഉണ്ട്, ഡാൻസ് ഉണ്ട്. അപ്പൊ നാളത്തെ വീഡിയോ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം. ഇവരെ എന്റെ ഡാൻസ് അടിപൊളിയായിട്ട് സിനിമാറ്റിക് ഡാൻസ് ഉണ്ട്. ഇവളെ 2 ഒപ്പന ഉണ്ട്. പിന്നെ ഇവള് വയനാട്ടൊക്കെ പോയിട്ട് അല്ലേ, വയനാട്ടിൽ വേഷം കെട്ടി വന്ന ഒരു ഇവളൊരു ആദിവാസി കാണുന്നുണ്ട്, കാട്ടുജാതി. നാളെ ഇവളെ 3 പരിപാടി, ഇവന്റെ ഒരു പരിപാടി. ഇവൻക്ക് പിന്നെ പൊതുവെ അതൊന്നും താല്പര്യം ഇല്ലാത്തതുകൊണ്ട് എങ്ങനെ ടീച്ചർ പിടിച്ചാക്കിയതാണ്. പക്ഷെ നല്ല അടിപൊളിയായി കളിച്ചു കിട്ടാ. നാളത്തെ വീഡിയോ അടിപൊളി വീഡിയോ തന്നെയുണ്ട്. അപ്പൊ നിങ്ങള് ഇവരെ വീഡിയോ കണ്ട് കമന്റ് ചെയ്യാ, ലൈക്ക് ചെയ്യാ അല്ലെ. നാളെ നമുക്ക് ആ വീഡിയോ അല്ലേ. അപ്പൊ കുട്ടിമോൻ എന്താ പണി, വാച്ച് എന്താ സംഭവം വെച്ചാല് ഓൻ എപ്പോഴും വാച്ചിനെ പറ്റി ഇങ്ങനെ പറയും. വാങ്ങണതൊന്നും പറയില്ലട്ടോ. ഓനൊരിക്കലും പ്രതീക്ഷിക്കൂല വാച്ച് വാങ്ങണമെന്നോ. ഒരിക്കലും ഇവര് ഗിഫ്റ്റ് ഒന്നും ഇവര് പ്രതീക്ഷിക്കില്ല. എന്താ വെച്ചാൽ അതൊന്നും വാങ്ങി കൊടുക്കലുമില്ല അല്ലെ. നമുക്ക് എപ്പോഴും ഓലെ ബർത്ത്ഡേ ഈ സാമ്പത്തികമായിട്ട് നമുക്ക് കഴിയൂല വാങ്ങി കൊടുക്കാണ്. പിന്നെ ഇവ എന്ത് ചെയ്ത് ഇപ്പാന്റെ വാച്ച് ചെറുതാക്കി അതിന്റെ എന്തൊക്കെയാ ചെയ്ത് ശരിയാക്കി കൊടുന്ന് പിറ്റേന്ന് കേടന്ന്. അപ്പൊ ഇങ്ങനെ പറഞ്ഞ എനിക്ക് ഭയങ്കര സങ്കടട്ടാ. അമ്മ ആ വാച്ച് കേടന്നതിന്റെ ആ സൂചി കൊഴിഞ്ഞുപോയി. എന്നിട്ട് ഞാൻ കൊറേ തെരഞ്ഞ് കിട്ടിയില്ല. അപ്പൊ ഇങ്ങനെ പറയുമ്പോ എനിക്ക് പാവം തോന്നിട്ടാ. പിന്നെയാണ് ആ സ്നേഹിതന് ഒരു വാച്ച് കൊടുത്തിക്കണത്, അത് കെട്ടിട്ടാ നടക്കണത്. അപ്പൊ ഓനക്ക് തന്നെ വാച്ചല്ല ഇഷ്ടമാണ്, മറ്റോൽക്കും ഇഷ്ടാട്ടോ. നിങ്ങൾ ഇവർക്ക് ഇനി പെരുന്നാക്കണല്ലേ. എല്ലാ പെരുന്നാൾക്കും വാച്ച് വാങ്ങും. അപ്പൊ ഓരോ പെരുന്നാളും അതിന്റെ ഒരു പെരുന്നാൾക്ക് വാങ്ങിയ 2-3 മാസമൊക്കെ കിട്ടുള്ളൂ. ബാക്കി ആ വാച്ചിന്റെ പൊടി പോലും കാണാണ്ടാവില്ല. ഇല്ല പൊന്നു, ആദ്യം എന്റെ വട്ടങ്ങളില്ല അതൊക്കെ ഊരും. എന്നിട്ട് പിന്നെ എന്റെ ഒരു പിന്നുണ്ടല്ലോ ഈ വാച്ച് ഉണ്ടാക്കിയത്. പിന്നെ അതിന്റെ ഒരു ചില്ല് ഗ്ലാസ്, പിന്നെ ആ ടൈം മാറ്റണത്, അതൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്തു. ഇല്ല അവള് കൊറേ അവളമ്മ സൂക്ഷിക്കും. ഞാൻ സൂക്ഷിക്കായിട്ടല്ല, എനിക്ക് സൂക്ഷിക്കാൻ കിട്ടൂല. അപ്പൊ പിന്നെ പൊടിച്ചിൽ കഴിഞ്ഞിട്ടുണ്ടാവും. ഇന്നത്തെ വീഡിയോ മോനെ വിടണ്ട്. ദുൽമിന്റെ ആശാനാണ്, ഇവിടുത്തെ ദുൽമിന്റെ ആശാനാണ്. പക്ഷെ ഇപ്പൊ മാറിയിക്കണ്. ഇപ്പൊ അങ്ങനെയൊന്നുമല്ല. താലം കുത്തി നടക്കുന്നു. അല്ല എന്നാലും ഇപ്പൊ പേദണ്ട്, ശരിയായിക്കണോ. നല്ല കുട്ടിയായി വരുന്നുണ്ട്. കുട്ടിയോ നല്ല കുട്ടിയാണ്, നല്ല കുട്ടി. എനിക്ക് ഇഷ്ടമാണ് എന്റെ കുട്ടീനെ. നല്ല മോനോ അമ്മക്ക് ഇഷ്ടല്ലടാ, അമ്മക്ക് ഇഷ്ടല്ല എന്നെ. അപ്പോ വേറെന്താ
ഹലോ അപ്പൊ ഇന്നത്തെ നല്ല വിശേഷങ്ങള് കുട്ടിയാവുമ്പോ മോനെ ദാറുലതിക്ക് ഞാനേ അപേക്ഷ കൊടുത്തിക്കണേ പരീക്ഷക്ക് പൈസ കടച്ചതിന്റെ കുട്ടിന് ഇതാ വിളിക്കുന്നോ ഭയങ്കര കുറവുണ്ട് പറഞ്ഞിന് കുട്ടിമോനെ എന്താടാ. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയുള്ളൂ. ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോണേ അല്ലേ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. കുട്ടിമോന്റെ ബർത്ത്ഡേ ആയിട്ട് ഗിഫ്റ്റ് കൊടുത്ത് ജ്യൂസ് കൊടുത്ത് ഇന്നത്തെ ട്രീറ്റ് അതാണ്. ട്രീറ്റ് എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് കൊടുക്കും ഞങ്ങള് അറിയില്ല എന്തെങ്കിലൊക്കെ നമ്മളെ കൂടെ കഴിയുന്നത് അങ്ങനെയല്ല കൊടുക്കാൻ പറ്റുള്ളൂ. ഞങ്ങളൊന്നും പ്രതീക്ഷിക്കലില്ല ചേട്ടാ. ഞാൻ പ്രതീക്ഷിക്കലില്ല. ബർത്ത്ഡേ നമ്മള് ആഘോഷിക്കാൻ ഇതിപ്പോ ഞാൻ പിന്നെ മോനക്ക് ആവശ്യമുള്ള സാധനമല്ല അപ്പൊ ഇന്ന് കൊടുക്കാച്ചിട്ട് കൊടുത്തതല്ല. ബർത്ത്ഡേ വെച്ചിട്ട് അങ്ങനെ മുമ്പൊക്കെ ചെയ്ത് പിന്നെ ഇങ്ങനെ എനിക്ക് തോന്നി നമ്മള് ബർത്ത്ഡേ നമ്മളെ ഓരോ വർഷം കൊഴിഞ്ഞു പോവാണ്. അത് നമ്മൾ ആഘോഷിച്ചിട്ട് കാര്യം ചെയ്തു. അപ്പൊ എല്ലാവരും എന്റെ കുട്ടിക്കും വേണ്ടി പ്രാർത്ഥിക്കണം. ആയുസ്സിന് നീട്ടിത്തരാന് എല്ലാവർക്കും. അല്ലേ കുട്ടിമോനെ പാവം കുട്ടിമോനെ കണ്ടാലൊരു 10 ഒരു നായ എരി വെച്ചുണ്ടാക്കണോടത്തുള്ള എല്ലാരും മോന്റെ വരവുണ്ടല്ലോ പച്ചപ്പാ പോയിക്കാണ് ഇങ്ങനെ വരുവാണ്. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ നാളെ നല്ല അടിപൊളി വീഡിയോ എല്ലാവർക്കും ബൈ.